പെരിയാറുമായി ബന്ധപ്പെട്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി കേൾക്കുന്ന പരാതിയാണ്. അവിടുത്തെ വായു മലിനമാക്കുന്നു, വെള്ളം മലിനമാക്കുന്നു. ഇന്നിപ്പോൾ ചത്ത മത്സ്യങ്ങൾ അല്ലെങ്കിൽ ഈ പെരിയാറിൽ ചത്തുപൊങ്ങിയ മത്സ്യങ്ങളെ കൂട്ടത്തോടെ എടുത്തുകൊണ്ടുവന്ന് ആ, എന്താ പറയുക, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഓഫീസിലേക്ക് എറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണെന്ന് കേരളം കണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ് ഒരു മനസ്സിലാക്കൽ. നമുക്ക് ഇതിനകത്ത് നേരത്തെ തന്നെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലും സുപ്രീം കോടതിയും വരെ ഇടപെട്ടിട്ടുള്ള വിഷയമാണ്. ഈ വ്യവസായശാലകളൊക്കെ സമയബന്ധിതമായി അവരുടെ മാലിന്യ നിർമ്മാർജ്ജനം നടത്തണം എന്നും. നോക്കൂ, ഇത് നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പാഠപുസ്തകങ്ങളിൽ പറഞ്ഞു, ഈ വ്യവസായശാലകൾ ഉണ്ടാകണമെങ്കിൽ അത് പുഴയുടെ തീരത്തായിരിക്കും എന്നുള്ളതാണ്, നദികളുടെ തീരത്ത് അല്ലെങ്കിൽ കടലിൻ്റെ ഒക്കെ അരികിലായിരിക്കും എന്നുള്ളതാണ്. ആ കാലഘട്ടം മാറി. ഇന്ന് പുഴ എന്ന് പറയുന്നത് നമ്മുടെ കിണർ പോലെ തന്നെ നമ്മൾ ജലസ്രോതസ്സിനായി ഉപയോഗിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഈ പറയുന്ന പെരിയാറിൽ പുഴയിലേക്ക് മലിനജലം ഒഴുകിക്കളയുക അല്ലെങ്കിൽ ജലം ഒഴുക്കിക്കളയുക എന്ന് പറയുന്നത് നീതീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പല ഘട്ടങ്ങളിലും കോടതിയോ അല്ലെങ്കിൽ ട്രിബ്യൂണലുകളോ ഇടപെട്ടിട്ട് പോലും പെരിയാറിൻ്റെ കാര്യത്തിനകത്ത് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളൊക്കെ തന്നെയും ഈ മത്സ്യമാണ് വാങ്ങി കഴിക്കുന്നത്. നമ്മുടെയൊക്കെ ശരീരത്തിനകത്ത് ഒരു വിഷത്തിൻ്റെ അളവ് എത്രയാണ് എന്ന് പരിശോധിച്ചാൽ ചിലപ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ടാവും. കാരണം ഞാൻ ഈ വരാപ്പുഴ പോയി മീൻ വാങ്ങുന്ന ആളാണ്, വരാപ്പുഴയിലെ മത്സ്യം കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് ഒരു നിശ്ചിത അളവിൻ്റെ മുകളിൽ വിഷാംശം കൂടിയതുകൊണ്ടാണ് ഈ മീൻ ചാവുന്നത്. ഇനി നിശ്ചിത അളവിലില്ല എന്ന് വിചാരിക്കുക, ആ മീനൊക്കെ തന്നെയാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. പിന്നെ ഇതിനകത്ത് ഈ പെരിയാറിൻ്റെ കരകളിലായാൽ തന്നെയും ഈ നമ്മുടെ അതിൽ കടലിലായാലും അതുപോലെ തന്നെ ശുദ്ധജല ഉപ്പുവെള്ളത്തിലായാലും ഇവിടെയൊക്കെ വളർത്താവുന്ന മത്സ്യങ്ങളുണ്ട്. ആ മത്സ്യങ്ങൾ ഒരു കൃഷിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കൂട് കൃഷി എന്ന് പറയുന്നത് വളരെ സാർവത്രികമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് പെരിയാറുണ്ട്. ആ കൂട് കൃഷിയിലേക്ക് പോലും ഇത്തരം ദ്രാവകങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇത്രയും വലിയ ആഘാതം, സാമ്പത്തികമായ ആഘാതം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 5 കോടി രൂപ എന്ന് പറയുന്നു, നമ്മളെയൊക്കെ പ്രാഥമികമായ കണക്കാണ് 5 കോടി രൂപ. 5 കോടി രൂപ എന്ന് പറയുമ്പോൾ ഒരാൾക്കൊരു 10 ലക്ഷം രൂപ വെച്ച് നഷ്ടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്, അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്? അപ്പോൾ ഇക്കാര്യത്തിൽ നമുക്ക് എല്ലാ ഫാക്ടറികളും ഒന്നിച്ച് അടച്ചു പൂട്ടിക്കളയാം എന്നൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ ഇത് ഓരോ ഘട്ടമായി ഈ പറയുന്ന ഫാക്ടറികൾക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് സർക്കാരുകൾ പോലും, കാരണം ഈ പറയുന്ന ഫാക്ടറികളിൽ ജോലി ചെയ്തിട്ടാണ് കൊച്ചി യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒരു വ്യവസായ നഗരമാണ്, നമ്മുടെ ആകെയുള്ള ഒരു വ്യവസായ നഗരമാണ് കൊച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വ്യവസായങ്ങൾ ഇവിടെ ഉണ്ടാകണം. അവയ്ക്ക് ഈ പറയുന്ന നദികളെ ആശ്രയിക്കാതെ അവരുടെ മാലിന്യ നിർമ്മാർജ്ജനം സാധ്യമാക്കണം. അതിനുള്ള സംവിധാനങ്ങൾ അവർക്ക് ഒരുക്കുന്നതിന് വേണ്ടി സർക്കാർ കൂടി സഹായം നൽകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പെരിയാറിനെ രക്ഷിക്കാനാകൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഈ ജലവൈദ്യുത പദ്ധതികൾ വരുമ്പോൾ ചാടിക്കയറി അതിനെ എതിർക്കും എന്നുള്ളതാണ്. ഈ ജലവൈദ്യുത പദ്ധതികളുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണകെട്ടി ക്രമീകരിച്ച് ജലം പുറത്തേക്ക് കളയാം എന്നുള്ളതാണ്. ഇവിടെ പെരിയാറിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, എടയാർ മുതൽ അങ്ങോട്ടേക്ക് ആലുവ വരെയുള്ള ഭാഗങ്ങളിലാണ് പ്രധാനമായും വ്യവസായശാലകളുള്ളത്. ഈ വ്യവസായശാലകൾ ഉള്ള മേഖലകൾ ഏതായാലും വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യജലം ഒഴുകും, വിഷജലം ഒഴുകും എന്നുള്ള കണക്കിലെടുത്താൽ തന്നെയും അതിനപ്പുറത്തുള്ള ഭാഗത്ത് നമുക്ക് അണകെട്ടിയിട്ടോ അല്ലെങ്കിൽ ഈ തരത്തിൽ ജലവൈദ്യുത പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടോ ഇതിനെ തട്ടുകെട്ടുകളായി തിരിക്കാൻ കഴിയുമെങ്കിൽ അതുകൂടി ആലോചിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഇപ്പോൾ പെരിയാർ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിലേക്ക് നമ്മളേക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഒഴുക്കുന്ന മലിനജലം അല്ലെങ്കിൽ ഈ പറയുന്ന വിഷജലം അങ്ങ് ഇടുക്കി ഡാം വരെ ഏതൊക്കെയോ തരത്തിൽ കലരുന്നുണ്ട്. ആ ഏതൊക്കെയോ തരത്തിൽ കലരുന്ന മത്സ്യത്തിലൂടെയാണ് നമ്മളുടെയൊക്കെ ശരീരത്തിലേക്ക് ഇത് എത്തുന്നത്. ഇത് മത്സ്യം ചാവുമ്പോൾ മാത്രമല്ല ഇത് ചർച്ച ചെയ്യേണ്ടത്, ഒഴുക്കുന്ന വിഷത്തിൻ്റെ അംശം അത് ഏത് കമ്പനിയിൽ നിന്നാണെന്നുള്ളതാണ്. ഒരു കമ്പനിക്കും അതിനകത്തേക്ക് വിഷജലം ഒഴുക്കാൻ നിയമപരമായ അധികാരമില്ല കേട്ടോ. പക്ഷേ അത് നിയമം ലംഘിച്ചുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ നിയമം ലംഘിച്ചുകൊണ്ട് ചെയ്യുന്ന കമ്പനികളെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഇനി അഥവാ മലിനജലം തന്നെ ഒരു വിഷജലമായി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അതിന് സർക്കാർ കൃത്യമായ രീതിയിൽ പദ്ധതികൾ കൊണ്ടുവരികയും അത് എല്ലായിടത്തും എത്താത്ത വിധത്തിൽ ഏറ്റവും കുറഞ്ഞത് ഈ കായൽ മത്സ്യങ്ങളിലെങ്കിലും അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യുന്നവരെയെങ്കിലും സഹായിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. Meet the editors.